ഹലോ ഓൾ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഫ്രാൻസിസ് ബേക്കൻ്റെ തന്നെ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ്. നമുക്കറിയാം, ഫ്രാൻസിസ് ബേക്കനെ കുറിച്ച് പറയുമ്പോൾ ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എസ്സേയുടെ പിതാവായിട്ടാണ് ഫ്രാൻസിസ് ബേക്കനെ നമ്മളിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ലോകത്ത് ഏറ്റവും മോസ്റ്റ് ഫെമിലിയറായ സബ്ജക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ, മോസ്റ്റ് ഫെമിലിയർ സബ്ജക്റ്റ് ഇൻ ദി വേൾഡ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് മറുപടി പറയാം. ഈ ഒരു എസ്സേയിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് എസ്സേയിസ്റ്റ് പറയുന്നത്. ഈ ഒരു എസ്സേ തുടങ്ങുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഒരു വാചകം വെച്ചിട്ടാണ്. ഹൂ സോ എവർ ഈസ് ഡിലൈറ്റ് ഇൻ സോളിറ്റ്യൂഡ് ഈസ് എയ്തർ എ വൈൽഡ് ബീസ്റ്റ് ഓർ ഗോഡ്. എയ്തർ എ വൈൽഡ് ബീസ്റ്റ് ഓർ ഗോഡ്. ഏകാന്തതയിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഏകാന്തതയിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വന്യമൃഗമോ അല്ലെങ്കിൽ ദൈവമോ ആയിരിക്കും. അല്ലാത്തൊരാൾക്ക് ഏകാന്തതയിൽ ഹാപ്പിനെസ് കിട്ടൂല എന്നാണ് അരിസ്റ്റോട്ടിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മറ്റ് ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഏകാന്തതയിൽ തന്നെ ഹാപ്പിനെസ് കിട്ടുന്ന ആളുകളുണ്ടാവും. അതൊന്നുകിൽ അവർ സ്പിരിച്വൽ, ആത്മീയപരമായിട്ട് ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ട് ആകും. അങ്ങനെ രീതിയിലേക്കാണ് അവർ ഏകാന്തതയിലും അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ടാവും എന്നാണ് ഇവിടെ എസ്സേയിസ്റ്റ് പറയുന്നത്. പിന്നെ ബേക്കൻ പറയുന്നുണ്ട്, ഈ ഒരു ഏകാന്തത അവനെ നൊബിലിറ്റിയിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. നൊബിലിറ്റിയിലേക്ക് എത്താനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് അത് ഏകാന്തതയാണ് എന്ന് ബേക്കൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവനിലൂടെ നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ ഹോപ്പും നല്ല ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ടാവും. പഴയ കാലങ്ങളിലെ രാജാക്കന്മാർക്ക് പോലും അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഫ്രണ്ട്സായിട്ട് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് അവരുടെ താഴെ പദവിയുള്ള പൊസിഷനുള്ള ആളുകളെയാണ് അവർ ഫ്രണ്ട്സായിട്ട് വെക്കാറുള്ളത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ഒരു എസ്സേയിൽ ഫ്രാൻസിസ് ബേക്കൻ പറയുന്നുണ്ട്. റോമൻ ഡിക്റ്റേറ്ററായ സില്ല, ആർമി ജനറലായ പോംബെയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ആർമി ജനറലായ പോംബെ റോമൻ ഡിക്റ്റേറ്ററായ സില്ലയ്ക്കെതിരെ തിരിയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഈ ഒരു എസ്സേയിസ്റ്റ് ഇതിൽ ഫ്രാൻസിസ് ബേക്കൻ പറയുന്നത് ജൂലിയസ് സീസറും ബ്രൂട്ടസും അവർ നല്ല കമ്പനിക്കാരായിരുന്നു. ജൂലിയസ് സീസർ എന്ന് പറയുന്നത് റോമൻ കോൺകററാണ്. ബ്രൂട്ടസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. അവസാനം എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബ്രൂട്ടസ് ജൂലിയസ് സീസറിനെ ചതിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു എസ്സേയിസ്റ്റ് ഇതിൽ ഉദാഹരണം പറയുന്നത് അഗ്രിപ്പീഡിയ ആൻഡ് അഗസ്റ്റസ് ആണ്. അഗ്രിപ്പീഡിയ എന്ന് വെച്ചാൽ അഡ്വൈസറാണ്. അഗസ്റ്റസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എംപറർ ഓഫ് റോമാണ്. അവർ വളരെയധികം ക്ലോസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു അഗ്രിപ്പീഡിയ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, എപ്പോഴും നല്ല രീതിയിൽ നിൽക്കണമെന്നില്ല. എല്ലാ ഫ്രണ്ട്സും നല്ലവരാവണം എന്നില്ല. ചതി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ ചതിയൊക്കെ ഉണ്ടാവും. കിങ്സിന് പോലും, രാജാക്കന്മാർക്ക് പോലും പണി പാളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാധാരണക്കാർക്ക് പണി പാളാതിരിക്കുമോ? ഈ ഒരു ഗുഡ് ഫ്രണ്ടിനെ ചൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. രാജാവിന് പോലും ആ ഒരു നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് പോലും പണി പാളുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാജാക്കന്മാരുടെ മൈൻഡ് വീക്കായത് കൊണ്ടുമല്ല, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടുമല്ല, പിന്നീട് ആ ഒരു ഫ്രണ്ട്സ് ചതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ എന്നിട്ട് പോലും അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം വാല്യുബിളായ കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ബേക്കൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമ്മളെ ഫീലിങ്സും ഇമോഷൻസും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെക്കും. ഇപ്പോൾ ഒരു ഡ്യൂക്ക് ഉണ്ടായിരുന്നു, എഹാസ്റ്റാഡിയൻ, ലൂയിസ് 11. അവരൊക്കെ അധികവും അവരുടെ സീക്രട്ട് ഷെയർ ചെയ്യില്ല. എന്നിട്ട് ആ ഒരു സീക്രട്ട് ഷെയർ ചെയ്യാത്തത് കാരണം അവർ മെൻ്റലി ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് അവർക്ക് മെൻ്റലി പല കാര്യങ്ങളും സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നേരെ മറിച്ച് ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് സമ്മാനിക്കും. നമ്മളെ സന്തോഷം ഇരട്ടിക്കും, നമ്മളെ വിഷമം കുറയും. നേരെ മറിച്ച് ഈ ഒരു ഫ്രണ്ട്സ് ഉണ്ടാകുന്നത് കൂടി നമുക്ക് ഇമോഷണലി മാത്രമല്ല മെൻ്റലിയും നല്ല സ്റ്റെബിലിറ്റി തരും. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്സിനോട് നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് നമുക്ക് തരും. അവരുടെ വൈഡി ചിന്താഗതി നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിൽ അവർ വൈഡി ചിന്താഗതി നടത്തിയിട്ട് നല്ലതായ രീതിയിലുള്ള പ്രോബ്ലം സോൾവിങ് നമുക്ക് പരിഹാരം പറഞ്ഞു തരും.
പിന്നെ ഫ്രണ്ട്സിൻ്റെ അഡ്വൈസ് ഉണ്ടല്ലോ, ഇപ്പോൾ കൂട്ടുകാർക്ക് നമ്മളോട് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അഡ്വൈസ്. ആ ഒരു കാര്യങ്ങൾ നമ്മളെ പല കാര്യങ്ങളെയും നമുക്ക് എളുപ്പമാക്കാൻ അത് സഹായിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മീനിങ്ലെസ് ആണ് എന്നാണ് ഈ ഒരു എസ്സേയിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ എസ്സേയിസ്റ്റ് പറയുന്നത് ഒരു ഫ്രണ്ടാണ് നല്ലത്, അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് വരും. ഒരു ഫ്രണ്ടാകുമ്പോൾ ആ ഒരു ഫ്രണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒപ്പീനിയൻ പറഞ്ഞു തരും. നേരെ മറിച്ച് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുമെന്നെന്താക്കുന്നുണ്ട് ഈ ഒരു ഫ്രാൻസിസ് ബേക്കൺ എന്താക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട് ഇല്ലെങ്കിൽ, നമുക്ക് ഈ ഒരു ലോകത്ത് നല്ല ഫ്രണ്ട് ഇല്ലെങ്കിൽ വേൾഡ് തന്നെ കിക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു വെക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. കാരണം ആ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ജോയും സന്തോഷവും കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രണ്ട്സ് മുഖേന നമുക്ക് എന്താക്കും കിട്ടും എന്നാണ് ഈ ഒരു എസ്സേയിൽ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു എസ്സേ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന എസ്സേ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു ഓൾ.